ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അതിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓരോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമല്ലോ. സോ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് സെർച്ച് ചെയ്താൽ ഇവിടെ ഓപ്പൺ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. അല്ല ഇവിടെ നമുക്ക് ഷോർട്ട് കട്ട് ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിലേ പോയാൽ അവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഷോർട്ട് കട്ട്സ് ഉണ്ട്. സോ ഞാൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതാണ് നമ്മൾ എന്താ പറയുക ഡിഫോൾട്ടായിട്ട് കറൻ്റ്ലി നമ്മൾ കൊടുക്കുന്ന ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ഇതാണ് ഹെഡ്സ് വരില്ല, അസറ്റ്, ക്ലോസിംഗ് ആൻഡ് ടെമ്പററി അക്കൗണ്ട്, ലയബിലിറ്റീസ്, റവന്യൂ, എക്സ്പെൻസസ്. ഇതാണ് ഹെഡ്. ഈ ഹെഡിൻ്റെ അണ്ടറിൽ വേറെ ഹെഡ് ഉണ്ടാവും, അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് വരുന്നത്. ടോട്ടൽ നമുക്ക് എക്സ്പാൻഡ് ഓൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൻ്റെ കംപ്ലീറ്റ് അക്കൗണ്ട്സും ഇവിടെ ലിസ്റ്റായി വരും. ഓക്കെ, അതിന് റൈറ്റ് സൈഡിലായിട്ട് ഓരോ അക്കൗണ്ടിലും എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഇവിടെ വരും. ഇനി നമുക്കൊരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ കൊളാബായിട്ടു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ്പെൻസിൽ ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്, അതേപോലെ കുറച്ച് അതർ വേറെ എക്സ്പെൻസസ് ഉണ്ട്. ഇതിലിപ്പോൾ എനിക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളൊരു ഹെഡ് ക്രിയേറ്റ് ചെയ്യണം. ഹെഡാണ്. ഓക്കെ, ആ ഇൻഡയറക്റ്റിൻ്റെ അണ്ടറിൽ ചിലപ്പോൾ മേ ബി പല അക്കൗണ്ടും ഉണ്ടാവും, അതേപോലെ ചൈൽഡ് ഹെഡും ഉണ്ടാവും. സോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഒരു ഹെഡാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആഡ് ചൈൽഡ് കൊടുത്തു, എന്നിട്ട് അക്കൗണ്ട് നെയിം. ഓക്കെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് കൊടുത്തു. ഓക്കെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. എന്നിട്ട് ഗ്രൂപ്പ് അക്കൗണ്ട് ടൈപ്പ് ഇതൊന്നും കൊടുക്കണമെന്നില്ല, കാരണം ജസ്റ്റ് അക്കൗണ്ട് നെയിം മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് എക്സ്പെൻസിൻ്റെ അണ്ടറിലാവും ക്രിയേറ്റ് ആവില്ല. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ അക്കൗണ്ട് ലിസ്റ്റ് കിട്ടും. നമ്മളിപ്പോൾ നേരത്തെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ കണ്ട കംപ്ലീറ്റ് അക്കൗണ്ടും ഇവിടെ ലിസ്റ്റായി വരും. ടോട്ടൽ ഇപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് കൊടുക്കണം പ്രൊവൈഡ് ചെയ്യണത് 660 അക്കൗണ്ട്സ് ഉണ്ട്. മേ ബി അതിൽ കുറവുണ്ടാവും, കൂടുതലും ഉണ്ടാവും. ഓക്കെ, സോ ഇനിയിപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് അക്കൗണ്ട് എന്താ പറയുക ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ അക്കൗണ്ട് നെയിം ഞാൻ എന്ത് ചെയ്തു, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് കൊടുത്തു. എക്സ്പെൻസസ് ഇതിൻ്റെ പാരൻ്റ് അക്കൗണ്ട്, ഇതിൻ്റെ പാരൻ്റ് അക്കൗണ്ട് വരുന്നത് എക്സ്പെൻസസ് ആണ്. ഓക്കെ, സോ എക്സ്പെൻസസ് എന്നുള്ളത് കൊടുത്തു. ഇത് മാത്രം മതി. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഈസ് ഗ്രൂപ്പ് ആണല്ലോ, കാരണം ഇൻഡയറക്റ്റ് ഒരു ഹെഡ് ആണല്ലോ. അതെന്ത് ചെയ്തു, ഈ ഗ്രൂപ്പ് എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ദെൻ സേവ് ചെയ്യുക. ഇനി എനിക്ക് ഇൻഡയറക്റ്റിൻ്റെ അണ്ടറിൽ അതർ അക്കൗണ്ട്സ്, അതായത് ഇപ്പോൾ പെട്രോൾ എക്സ്പെൻസോ അല്ലെങ്കിൽ എന്താണ് ഫുഡ് എക്സ്പെൻസ്, അങ്ങനത്തെ കുറച്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഉണ്ടല്ലോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അത് എനിക്ക് ഇൻഡയറക്റ്റിൻ്റെ ഉള്ളിൽ അണ്ടറിൽ ആഡ് ചെയ്യാം. സോ ഈസ് ഗ്രൂപ്പ് ടിക്ക് ചെയ്താലേ ഇതൊരു എന്താ പറയുക പാരൻ്റ് അക്കൗണ്ട് ആയിട്ട് കണക്കാക്കുള്ളൂ. ഓക്കെ, ഈ ഇൻഡയറക്റ്റിൻ്റെ പാരൻ്റ് അക്കൗണ്ടാണ് എക്സ്പെൻസ് അക്കൗണ്ട്. സോ എക്സ്പെൻസിൻ്റെ അണ്ടറിലാണ് ഇൻഡയറക്റ്റ് വരുന്നത്. ഇനി ഇൻഡയറക്റ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് വരും. ആ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന് ഈസ് ഗ്രൂപ്പ് വേണമെന്നില്ല, അത് ഗ്രൂപ്പ് അല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യൽ. സോ അക്കൗണ്ട് ലിസ്റ്റിൽ ഇവിടെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ട്. ഇതേപോലെ ഡിലീറ്റ് ചെയ്യണമെങ്കിലും ആക്ഷനിൽ പോവുക, ഇവിടെ ഡിലീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ മോസ്റ്റ്ലി ഫസ്റ്റ് തന്നെ സെറ്റപ്പ് ചെയ്യേണ്ട ആദ്യം ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ അക്കൗണ്ട്സ് കാര്യങ്ങൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മാനുവലി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ ഞാൻ കമ്പനി ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിഫോൾട്ട് കുറച്ച് അക്കൗണ്ട്സ് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ കമ്പനി വരുന്നത്. സോ ഈ കമ്പനിയിൽ ഞാൻ എൻ്റെ ടാക്സ് ഐ ഡി കാര്യങ്ങൾ, കമ്പനി കൺട്രി ഏതാണ്, കമ്പനീൻ്റെ പേര്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യും. അതേപോലെ ഇവിടെ അക്കൗണ്ട്സ് എന്നുള്ള ഇതുണ്ട്. ഇതിൽ നമ്മൾ ഡിഫോൾട്ട് അക്കൗണ്ട്സ് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഡിഫോൾട്ട് അക്കൗണ്ടിൽ ഔട്ടാവും എമൗണ്ട് കാര്യങ്ങൾ വരില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിഫോൾട്ട് റിസീവബിൾ അക്കൗണ്ട് ഇതിൽ കറൻ്റ്ലി വരുന്നത് ട്രേഡ് ഇൻ ഓപ്പണിംഗ് ഫീസ് എന്നാണ്. അപ്പോൾ മോസ്റ്റ്ലി അധിക കമ്പനീസിലും അധിക കേസിലും ഈ റിസീവബിൾ അക്കൗണ്ട് എന്നുള്ളത് ട്രേഡ് റിസീവബിൾ എന്നുള്ള അക്കൗണ്ടിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ അതിവിടെ മാറ്റണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ എന്താണോ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് വരുന്നത് ആ അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഡിഫോൾട്ട് പേയബിൾ അക്കൗണ്ട് വരുന്നത് ട്രേഡ് പേയബിൾ ആണ്. സോ ഇതിൽ മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ അതിവിടെ മാറ്റണം. അങ്ങനെ എല്ലാ മോസ്റ്റ് അധികം വരുന്ന അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിഫോൾട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക നമ്മൾ ആഡ് ചെയ്യണം.
കാരണം ഇത് നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ അത് സെറ്റപ്പ് ചെയ്താൽ പിന്നെ അക്കൗണ്ട്സിൽ വേരിയേഷനും കാര്യങ്ങളൊന്നും വരില്ല. സോ ഇങ്ങനെയാണ് എന്താ പറയുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, കമ്പനിയിൽ എങ്ങനെയാണ് ഡിഫോൾട്ട് അക്കൗണ്ട്സ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. സോ അത്രേ ഉള്ളൂ.